ഹലോ എവരിവൺ, ഏൺസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കേരള വാട്ടർ അതോറിറ്റിയിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറിന്റെ നോട്ടിഫിക്കേഷൻ വരികയാണ് ഡിസംബർ 31-ന്. കേരള PSC ലേറ്റസ്റ്റ് ആയിട്ട് ചേർന്ന കമ്മീഷൻ യോഗ തീരുമാനത്തിലാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുന്ന വിവരം നമ്മൾ അറിഞ്ഞിട്ടുള്ളത്. സിവിൽ, മെക്കാനിക്കൽ, കെമിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത്. 166ഓളം അഡ്വൈസ് പോയിട്ടുള്ള ഒരു പോസ്റ്റാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ KWA എന്ന് പറയുന്നത്. അപ്പോൾ നല്ലൊരു പോസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ PSCയുടെ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് നമുക്കറിയാം, നോട്ടിഫിക്കേഷൻ വന്ന് ഒരു 3-4 മാസത്തിനുള്ളിൽ തന്നെ എൻ്റെ എക്സാമും കാര്യങ്ങളൊക്കെ വിളിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഇതിനായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു തുടങ്ങണം. അപ്പോൾ ഈ ഒരു എക്സാമിനായിട്ട് തയ്യാറെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരിക്കും. എവിടുന്ന് തുടങ്ങണം, ഇതിന്റെ സിലബസ് എന്താണ്, അതേപോലെ ഇതിന്റെ എക്സാം പാറ്റേൺ എന്താണ്, പ്രീവിയസ് ഇയറിലെ കട്ട് ഓഫ് എങ്ങനെയായിരുന്നു, പ്രീവിയസ് ഇയറിലെ എക്സാം എങ്ങനെയായിരുന്നു, അങ്ങനെ തുടങ്ങി ഒരുപാട് ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടാവും. അതേപോലെ നിങ്ങൾക്ക് കൃത്യമായ ഒരു സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്ത് എങ്ങനെ പഠിക്കണം തുടങ്ങി നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്തുകൊണ്ടുള്ള ഒരു ഫ്രീ വെബിനാർ നമ്മുടെ ഏൺസ്റ്റ് അക്കാഡമിയിൽ കണ്ടക്ട് ചെയ്യുകയാണ്. വെബിനാർ വരുന്നത് 29-ാം തീയതി രാത്രി 8 മണിക്കാണ്. അതായത് ഈ വരുന്ന 29-ന് രാത്രി 8 മണിക്കാണ് ഈ ഒരു ഫ്രീ വെബിനാർ നടക്കുന്നത്. അപ്പോൾ ഈ ഫ്രീ വെബിനാറിലൂടെ നിങ്ങളുടെ ഈ എക്സാം റിലേറ്റ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്ന ഒന്നായിരിക്കും. അതേപോലെ കൃത്യമായ ഒരു സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്ത് ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെ പഠിക്കണം എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ ഫ്രീ വെബിനാറിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഏൺസ്റ്റ് അക്കാഡമിയിൽ നമ്മൾ അസിസ്റ്റന്റ് എഞ്ചിനീയറിന്റെ പുതിയ കോഴ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും ഈ ഫ്രീ വെബിനാറിൽ ജോയിൻ ചെയ്യുന്നതിനുമായിട്ട് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.